ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നേദിയാസ് മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ റെസിപ്പി വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവർക്ക് അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് നമ്മൾ ഗോതമ്പ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. മുട്ട ചേർക്കുന്നുണ്ട്. അപ്പോൾ എഗ് ഫ്രൈഡ് റൈസ് കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ എഗ് വീറ്റ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മറ്റേ മുഴുവനുള്ള ഗോതമ്പുണ്ടല്ലോ, സൂചി ഗോതമ്പ്, അതിൽ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ആദ്യം കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് കുക്കറിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ സാധാ ചോറ് വേവിക്കുന്നത് പോലെ വെള്ളത്തിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിന് നമ്മൾ ഏത് കപ്പിലാണോ നുറുക്ക് ഗോതമ്പ് അളന്നത് അതേ കപ്പിന് 2 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. എന്നിട്ട് ഒറ്റ വിസിൽ മതി ഇത് കുക്കാവാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ഒറ്റ വിസിൽ കേട്ട് ഫുൾ പ്രഷർ പോയിട്ട് എടുക്കാം. ഗോതമ്പ് അവിടെ വിസിലൊക്കെ കേട്ടിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പ്രഷറൊക്കെ പോയൊന്ന് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ. ആ ടൈമിൽ നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടുന്ന ബാക്കി സാധനങ്ങളൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1.5 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് ചേർത്തത്. പിന്നെ ഒരു പച്ചമുളക്, നമുക്ക് വേണ്ടുന്ന എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നിറം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു സവാള റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നിറം മാറി വരട്ടെ. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി വെജിറ്റബിൾസ് ചേർക്കാം. അപ്പോൾ ആദ്യം ഞാൻ ക്യാരറ്റാണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ ചേർക്കുന്നത് ക്യാബേജാണ്. ക്യാബേജിന് അപ്പോൾ ഇവിടെ ഞാൻ ഒരു ക്യാരറ്റാണ് എടുത്തത്. അപ്പോൾ അതൊക്കെ നമുക്ക് വെജിറ്റബിൾസൊക്കെ നമുക്ക് വേണ്ടുന്ന അളവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു പിടി ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും വെജിറ്റബിൾസേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യാം, അതുപോലെ ബീൻസ് ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുക്കായി വരണം. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പാവണ്ട, ലാസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം. ഇതൊന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതാകുമ്പോൾ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ഒരു 3/4 വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വേവ് മതി കേട്ടോ. കാരണം നമ്മളിനി ഇത് കുറച്ചുകൂടി നേരം ഈ പാനിൽ തന്നെ വെച്ചിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് അത് ഫുള്ള് കുക്കായി വന്നോളും. അപ്പോൾ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി. കാരണം അതൊക്കെ ക്യാരറ്റൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന ഒരു പരുവാത് മതി. ഇപ്പോൾ ഇതിൻ്റെ നടുക്ക് ഭാഗം ഒന്ന് കുഴിച്ചിട്ട് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ, അതിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മുട്ട ഇതിലിരുന്നിട്ട് ഒന്ന് സെറ്റായി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ചിക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന എരിവിനനുസരിച്ചിട്ട് അത് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നോർമൽ എരിവായിരിക്കും. നമ്മളുടെ ഫ്രൈഡ് റൈസിനൊക്കെ സാധാരണ ഉണ്ടാകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു എരിവിന് 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മുട്ടയൊന്ന് സെറ്റായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ മുട്ട സെറ്റായിട്ട് വരുന്ന ടൈം കൊണ്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഈ മുട്ടയൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ മുട്ടയൊക്കെ ഒന്ന് കുക്കായി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചിക്കി എടുക്കണം. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ സ്റ്റെപ്പൊക്കെ. നമ്മൾ റൈസിന് പകരം നുറുക്ക് ഗോതമ്പ് ചേർക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നുറുക്ക് ഗോതമ്പിന് പകരം ഞാൻ പറഞ്ഞു സൂചി ഗോതമ്പ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. പക്ഷേ ഉണ്ടല്ലോ, നുറുക്ക് ഗോതമ്പാണ് കുറച്ചുകൂടി ടേസ്റ്റ്. നമ്മൾ സാധാരണ അതുകൊണ്ട് ഉപ്പുമാവൊക്കെ ചെയ്യാറില്ലേ, അപ്പോൾ ആ ഒരു പ്രത്യേക സ്വാദാണ് നമ്മൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഇത് ചെയ്തെടുക്കുമ്പോൾ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. റേഷന് കിട്ടിയ നുറുക്ക് ഗോതമ്പൊക്കെ തീർന്നിട്ടുണ്ടാവും. എന്നാലും ഇനി നുറുക്ക് ഗോതമ്പ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്.
ഇപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാലയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1 മുതൽ 1.5 സ്പൂൺ വരെ നമുക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അത് അത്രയ്ക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് കുറച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് അങ്ങോട്ട് കുറയ്ക്കാത്തതാണ് നല്ലത് കേട്ടോ. മിനിമം 1 സ്പൂണെങ്കിലും ചേർത്ത് കൊടുത്താൽ നമ്മളുടെ ആ ഒരു ഫ്രൈഡ് റൈസിന് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. മാത്രമല്ല നമ്മളിതിൽ റൈസ് അല്ലല്ലോ, ഗോതമ്പാകുമ്പോൾ ആ ഒരു സ്പൈസ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നതാണ് കഴിക്കുമ്പോൾ ആ ഒരു സ്വാദ് നമുക്ക് തരുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച നുറുക്കുഗോതമ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ചേർക്കാമുള്ളൂ. ഞാൻ വീണ്ടും പറയുകയാണ്, ചൂടോട് കൂടി തന്നെ ചേർത്താൽ ഇത് കുഴഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട്, ഇത് മിക്സ് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ വെജിറ്റബിൾസ് സോട്ട് ചെയ്ത ടൈമിൽ ചേർത്താലും പ്രശ്നമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആ ടൈമിൽ മറന്നു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചേർത്തു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾസ് സോട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെങ്കിൽ മിക്സ് ചെയ്തെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾ നമ്മളുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ അത് കുറച്ച് കൂടിപ്പോയാലും പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ ഇതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ മസാലയൊക്കെ നമ്മളുടെ വീട്ടിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ബ്രോക്കൺ വീറ്റ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവർക്ക്, അതുപോലെ ഡയബറ്റിക് കൊളസ്ട്രോൾ പേഷ്യൻസിനൊക്കെ വളരെ നല്ലൊരു റെസിപ്പിയാണ്. കാരണം ഇതിൽ നമ്മൾ കൂടുതൽ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളിതിൽ ക്യാബേജ് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ക്യാബേജ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതിന് പകരം വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ എന്നെ അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.